ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് ഏവർക്കും പ്രയോജനപ്പെടുന്നതാണ്. മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന സ്റ്റുഡൻസിന് ഇത് വളരെ പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബേസിക് ഫാക്ട്സ് ഓഫ് കേരള, അതായത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളുടെ ഒരു വീഡിയോ ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതായത് അടിസ്ഥാന വിവരങ്ങളാണ്. ഇതൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അടിസ്ഥാന വിവരങ്ങൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് നമ്മളോട് ഇങ്ങനെ സജഷൻ പറഞ്ഞു, അതിന് പ്രകാരം നമ്മൾ ഇങ്ങനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ പറയുകയാണേ. അപ്പം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തൃശ്ശൂരാണ്. ഏതാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം? ആൻസർ തൃശ്ശൂർ. അതുപോലെ കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏതാണ്? കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ്. കേരളത്തിൻ്റെ തനതായ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. അതുപോലെ തന്നെ മോഹിനിയാട്ടമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ടാണ്. അത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് ഏതാണ്? മുല്ലപ്പെരിയാർ അണക്കെട്ടാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇടുക്കിയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഏതാണ്? ഇടുക്കി ഡാമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഇടുക്കി ഡാമാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. അത് മുതിരമ്പുഴയിലാണ്, ജില്ല ഇടുക്കിയാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലട ജലസേചന പദ്ധതിയാണ്. കല്ലട ജലസേചന പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ് കേട്ടോ. വെച്ചുകൊള്ളുക. 244 കിലോമീറ്ററാണ് നീളം. പെരിയാറിനെ കുറിച്ചൊക്കെ ഞാൻ നദികൾ പല വീഡിയോകളിലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡീപ്പായിട്ട് പോകുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവാം. അപ്പം കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്ററാണ് നീളം. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. കാസർഗോഡ് ജില്ലയാണ് കേട്ടോ. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ കായൽ ഏതാണ്? ഉപ്പളക്കായൽ, കാസർഗോഡാണ്. ഉപ്പളക്കായൽ ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജലത്രാഗം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജലത്രാഗം ശാസ്താംകോട്ട കായലാണ്, ജില്ല കൊല്ലമാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ അഷ്ടമുടിക്കായലാണ്, ജില്ല കൊല്ലമാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജലത്രാഗം ഏതാണ്? പൂക്കോട് തടാകം. അതെവിടെയാണ്? വയനാട്ടിലാണ്. എവിടെയാണ്? വയനാടാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ജില്ല ഏതാണ്? ഇടുക്കിയാണ്. അതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതം ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? നെയ്യാർ വന്യജീവി സങ്കേതമാണ്. ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ്? മംഗളവനം വന്യജീവി സങ്കേതം. മംഗളവനം പക്ഷി സങ്കേതമൊക്കെ ആയിട്ടുണ്ട്, എങ്കിലും മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം. അത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ
സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? 100% സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏതാണ്? കേരളമാണ്. അത് കേരളത്തിൻ്റെ അഡ്വർടൈസ്മെന്റ് മോട്ടോ എന്താണ്? ഗോഡ്സ് ഓൺ കൺട്രി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്. ദൈവത്തിൻ്റെ സ്വന്തം നാട്. അതുപോലെ തന്നെ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? തെന്മല, കൊല്ലം. തെന്മല, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ പുനലൂർ പേപ്പർ മിൽ. അതെവിടെയാണ്? പുനലൂര്, കൊല്ലം ജില്ലയാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ സ്ഥലം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ സ്ഥലം ഏതാണ്? പുനലൂരാണ്. ഏതാണ്? പുനലൂര് ജില്ല, കൊല്ലമാണ്. കേരളത്തിൽ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം ഏതാണ്? കേരളത്തിൽ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം മൂന്നാർ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് അറിയാമോ? കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ, കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഏതാണെന്ന് അറിയാമോ? തിരുവനന്തപുരം സെൻട്രലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് അറിയാമോ? കൊല്ലമാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല ഏതാണ്? കൊല്ലമാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? നീണ്ടകരയാണ്. നീണ്ടകരയാണ്. കേരളത്തിലെ ആദ്യത്തെ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? നീണ്ടകരയാണ്. അത് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിൽ. അതുപോലെ തിരമാലയിൽ വൈദ്യുതി ഉൽപ്പാദനം എവിടെയാണ്? വിഴിഞ്ഞമാണ്. അതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ തീവണ്ടി അപകടം ഏതാണ്? പെരുവഴി ദുരന്തമാണ്. 1988 ജൂലൈ 8. അതുപോലെ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ഏതാണ്? വയനാട് ദുരന്തം 2024 ജൂലൈ 30. കേരളത്തിലെ ഒരേ ഒരു സീതാദേവി ക്ഷേത്രം എവിടെയാണ്? പുൽപ്പള്ളി. അതെവിടെയാണ്? വയനാട്. വയനാട്ടിലാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. കേരള സാക്ഷരതയുടെ പിതാവ് ആരാണ്? കേരള സാക്ഷരതയുടെ പിതാവ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. നവോത്ഥാനത്തിലേക്ക് കടന്നു തന്നെ നവോത്ഥാനത്തോടെ വിശദമായിട്ട് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളൊന്ന് ചർച്ച ചെയ്തതാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാനാണ്. പിണറായി വിജയനാണ്. കേരളത്തിൻ്റെ ആദ്യകാല മുഖ്യമന്ത്രി ആരായിരുന്നു? EMS. ആരാണ്? EMS ആണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആരിഫ് മുഹമ്മദ് ഖാനാണ്. അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. നമുക്ക് വളരെ വിശദമായിട്ട് പല വീഡിയോകളിലും ഞാൻ വളരെ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ജസ്റ്റ് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ പറഞ്ഞ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ പറയുകയാണ്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിംഗ് ബീച്ച് എവിടെയാണ്? മുഴുപ്പിലങ്ങാടി ബീച്ച്, കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ഏതാണ്? ചേർത്തല താലൂക്കാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ഏതാണ്? ചേർത്തലയാണ്. അപ്പം ഞാൻ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഇത് കേരളത്തിൻ്റെ ബേസിക് ഫാക്ട്സ് ആണ്. കേരളത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ്. നേരത്തെ ഇതൊക്കെ വളരെ വിശദമായിട്ട് പല ടോപ്പിക് വൈസായിട്ട് നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം അങ്ങനെയൊന്നും പറഞ്ഞതല്ല, ജസ്റ്റ് ബേസിക് ഫാക്ട്സ് പോലെ പറയണമെന്ന് തോന്നി. അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കാണുക. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഏത് മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് ഇതെന്താണ്? ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ മെട്രോ ഏതാണ്? കൊച്ചി മെട്രോയാണ്. കേരളത്തിലെ ആദ്യത്തെ മെട്രോ ഏതാണ്? കൊച്ചി മെട്രോയാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കാണുക കേട്ടോ.